നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ കാണാം. ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ സമഗ്ര മാറ്റം നിർദ്ദേശിക്കുന്നതാണ് ഡോക്ടർ VR രാജേന്ദ്രൻ കൺവീനറായുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പയ്യന്നൂർ നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകർക്ക് കൈത്താങ്ങുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2017-18 വർഷത്തിൽ 20 ലക്ഷം രൂപ ക്ഷീര കർഷകർക്ക് നൽകാനാണ് തീരുമാനം. മിൽമ ആഘാതമേൽപ്പിച്ച കർഷകർക്ക് ആശ്വാസമാവുകയാണ് പഞ്ചായത്തിന്റെ നടപടി. പഴമയുടെ രുചി തേടി CDSOകൾ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവ് ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ സമഗ്ര മാറ്റം നിർദ്ദേശിക്കുന്നതാണ് ഡോക്ടർ VR രാജേന്ദ്രൻ കൺവീനറായുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട്. BPL വിഭാഗക്കാർക്ക് സൗജന്യ ചികിത്സ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടിൽ ഡോക്ടർമാരുടെ നിയമനത്തിൽ നിയന്ത്രണം വേണമെന്നും ആവശ്യപ്പെടുന്നു. പ്രവേശന ഫീസ് സംബന്ധിച്ച് തീരുമാനം കമ്മീഷൻ സർക്കാരിന് വിട്ടു. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ നിലവിലുള്ള ഓർഡിനൻസ് നിയമമാക്കി മാറ്റുക. കഴിഞ്ഞ 21-നാണ് സർക്കാർ നിയോഗിച്ച 5-അംഗ സമിതി മെഡിക്കൽ കോളേജിലെത്തി പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായ സൗജന്യ ചികിത്സ നിർദ്ദേശിക്കുന്ന കമ്മിറ്റി RCC മാതൃകയിൽ 4 തട്ടുകളിലുള്ള ചികിത്സാ ഫീസ് ക്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഫീസ് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണെന്നും സമിതി നിർദ്ദേശിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങണമെന്നും പരമാവധി ചെലവ് കുറയ്ക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർമാരുടെ വഴിവിട്ട പ്രമോഷന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണം വേണമെന്നും സമിതി റിപ്പോർട്ടിലുണ്ട്. നിലവിൽ ഓരോ വകുപ്പിനും പരിയാരത്ത് 8 പ്രൊഫസർ തസ്തികയുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർക്ക് പ്രൊഫസറായി നിയമനം നൽകുമ്പോൾ പ്രതിമാസ ശമ്പളത്തിൽ മാത്രം 80,000 രൂപയുടെ വർധനവ് വരുന്നുണ്ടെന്നും ഇത് ചെലവ് ക്രമാതീതമായി വർദ്ധിക്കാൻ ഇടയാക്കുന്നുവെന്നും സമിതി കണ്ടെത്തി. യോഗ്യതയനുസരിച്ച് മാത്രമേ പ്രൊഫസറായി പ്രമോഷൻ നൽകാൻ പാടുള്ളൂവെന്നും അനധികൃതമായാണ് പലരും പ്രമോഷൻ നേടിയതെന്നും റിപ്പോർട്ട് പറയുന്നു. 2100 ജീവനക്കാർക്ക് പ്രതിമാസം ശമ്പളം നൽകാൻ വേണ്ടിവരുന്ന 6.5 കോടി രൂപയിൽ 45 മുതൽ 50% 12% മാത്രം വരുന്ന ഡോക്ടർമാർക്കാണെന്നും റിപ്പോർട്ടിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്തുടരുന്ന അതേ മാനദണ്ഡം തന്നെ ഇവിടെ പാലിക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. യോഗ്യതയും കാര്യശേഷിയും പരിശോധിച്ച് ജീവനക്കാർക്കിടയിൽ പുനരേകീകരണം വേണമെന്നും റിപ്പോർട്ടിൽ സമിതി നിർദ്ദേശിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ നിലവിലുള്ള ഓർഡിനൻസ് നിയമമാക്കി മാറ്റുക. ഇതിനുശേഷം സർക്കാർ രൂപം നൽകുന്ന സൊസൈറ്റിയുടെ കീഴിൽ പ്രത്യേക ഭരണസമിതിയുടെ നിയന്ത്രണത്തിലായിരിക്കും മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുക. ഇതോടെ പൂർണ്ണതോതിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജായി മാറാൻ വിദൂര സാധ്യത പോലും ഇല്ലാതാകും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ LSS USS വിജയികളെ അനുമോദിച്ചു. സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവിൻ്റെ മഹാദർശനവും അത് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. പ്രകൃതിയുടെ വരദാനമായി ലഭിക്കുന്ന വായുവും വെള്ളവും വെളിച്ചവും പോലെ എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ് വിദ്യാഭ്യാസം. അതാണ് മഹാത്മാഗാന്ധിയുടെ ദർശന സന്ദേശത്തിൽ രേഖപ്പെടുത്തിയത്. അത് സാർത്ഥകമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. വിദ്യാധനം സർവധന പ്രധാനമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിദ്യാധനത്തിൻ്റെ സമഗ്രതയും സാർവത്രികതയും അതിൻ്റെ ജനാധിപത്യവൽക്കരണവുമാണ് നമ്മുടെ നാടിന് അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ നീക്കിവെക്കുന്നതൊന്നും അധികമാവുകയില്ല. അതാണ് ഈ മഹാരാജ്യത്തിൻ്റെ മൂലധന നിക്ഷേപം.
ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2018 മാർച്ചിൽ നടത്തിയ LSS, USS പരീക്ഷകളിൽ 194 LSSഉം 109 USSഉം നേടിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച വിജയം കൈവരിക്കാൻ ഉപജില്ലയ്ക്ക് സാധിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. വിജയികൾക്കുള്ള അനുമോദനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. C. കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LSS പഠനസഹായി പ്രകാശനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഡയറ്റ് പ്രിൻസിപ്പൽ PU രമേശനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ, കണ്ണൂർ ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ M. ബാലൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ C. രാഘവൻ അനുമോദന ഭാഷണം നടത്തി. മാതമംഗലം പുതിയ ബസ് സ്റ്റാൻഡ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത്. മാതമംഗലം പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആഗസ്റ്റ് 1 മുതൽ ബസ്സുകൾ കയറണമെന്നിരിക്കെ വർഷങ്ങളായി നിലനിൽക്കുന്ന മാതമംഗലം ഹൈസ്കൂൾ സ്റ്റോപ്പ് നിർത്തലാക്കിയ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ കയറാത്ത മാതമംഗലം ബസ് സ്റ്റാൻഡിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവലോകന സമിതിയും രൂപീകരിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിരിക്കുന്നത്. യോഗത്തിലെടുത്ത തീരുമാനങ്ങളിലൊന്ന് സ്കൂൾ കുട്ടികളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രം കയറ്റുകയും ഇറക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സ്കൂൾ സ്റ്റോപ്പ് ഒഴിവാക്കുന്നത് പ്രദേശത്തെ കച്ചവടക്കാരെയും നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ വലയ്ക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മാതമംഗലം ഹൈസ്കൂൾ, LP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതുമൂലം ബുദ്ധിമുട്ടുമെന്നും ഇവർ പറയുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും മാതമംഗലം ടൗണിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയും മാതമംഗലം സ്കൂൾ ജംഗ്ഷനിലുള്ള സ്റ്റോപ്പ് എടുത്തു കളയുന്നതിനോട് ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. വളരെ കാലമായിട്ട് നിലനിന്ന് പോന്ന ഒരു സ്റ്റോപ്പാണ് മാതമംഗലം സ്കൂൾ സ്റ്റോപ്പ്. അത് ഇനിയും ഒരു കാലത്തും എടുത്തു കളയാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, മാതമംഗലം സ്കൂളിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അഭിപ്രായമാണ്. സ്കൂൾ സ്റ്റോപ്പിന് പകരം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്റ്റോപ്പ് അനുവദിച്ചതുകൊണ്ട് സ്കൂളിൽ നിന്നും 1/2 കിലോമീറ്ററോളം വിദ്യാർത്ഥികൾ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. സ്കൂൾ സമയത്തുണ്ടാകുന്ന തിരക്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കേവലം ഒരു സപ്ലൈകോ മാത്രമുള്ള വിജനമായ ബസ് സ്റ്റാൻഡിൽ കുട്ടികളെ അയക്കാൻ പേടിയുണ്ടെന്നും പല രക്ഷിതാക്കളും പറയുന്നു. ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരി സംഘടനകൾ ഇതിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 നടക്കുന്ന സ്വാതന്ത്ര്യ സംഗമത്തിന് വിളംബരമായി പ്രചരണാർത്ഥം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. പൈനൂർ ബ്ലോക്കിന് കീഴിലെ 14 മേഖലകളിലും കാൽനട പ്രചരണ ജാഥ നടന്നു. ഇന്ത്യ അപകടത്തിൽ പൊരുതാം നമുക്കൊന്നായി എന്ന സന്ദേശമുയർത്തി നടത്തുന്ന സ്വാതന്ത്ര്യ സംഗമത്തിന് മുന്നോടിയായാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിലായി രാമന്തളിയിൽ ഷിജു, പയ്യന്നൂർ വെസ്റ്റിൽ ഹരീഷ്, പയ്യന്നൂർ സൗത്തിൽ സനോജ്, പയ്യന്നൂർ നോർത്തിൽ ബബിൻ, വെള്ളൂർ വെസ്റ്റിൽ സുജിൽ, വെള്ളൂർ സൗത്തിൽ മിഥുൻ കെ, കോറോം വെസ്റ്റിൽ അജേഷ് MK, കോറോം ഈസ്റ്റിൽ സുരേഷ്, കരിവെള്ളൂർ സൗത്തിൽ പ്രശോഭ്, കരിവെള്ളൂർ നോർത്തിൽ രാജു, വെള്ളൂർ സെൻട്രൽ മിഥുൻ A, വെള്ളൂർ നോർത്തിൽ സിറാജ്, പെരളത്ത് രഹിനേജ്, പുത്തൂരിൽ മനു തുടങ്ങിയവർ ജാഥ ലീഡർമാരായി ജാഥ നയിച്ചു. വിവിധ സ്ഥലങ്ങളിലായി P. സന്തോഷ്, സരിൻ ശശി, AV രഞ്ജിത്ത്, KK ഗംഗാധരൻ, മുഹമ്മദ് ഫാസിൽ, T. ഗോപാലൻ, G. ലിജിത്ത്, VK നിഷാദ്, TP അനൂപ്, PP അനീഷ, K. വിജീഷ്, P. സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഗ്രഹാന്തര യാത്ര നടത്തുന്നതിനുള്ള വിമാന പ്രചാരണത്തിലുണ്ടായിരുന്നു എന്ന് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ, അത് ഏറ്റവും പ്രത്യക്ഷമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരത്തിന്റെ ആശയങ്ങളുമായി ആളുകൾ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന വിമാനം അത് പുഷ്പക വിമാനമാണ്. പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിൽ KK സരോജിനി ടീച്ചർ അനുസ്മരണം സംഘടിപ്പിച്ചു. പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നടന്നിരിക്കുന്നതാണ് ഈ അന്തരീക്ഷം. എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ജയപ്രകാശിൻ്റെ വലിയ മാതാവ് കൂടിയാണ് എന്തുകൊണ്ട് ആ നിലയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ നാമധേയത്തിൽ ഇവിടെ
ചില ചടങ്ങ് എൻറോൾമെൻറ്റ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഏതാനും നന്നായിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള വിതരണം, പ്രത്യേക വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികൾ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ പഠന സാമഗ്രികളുടെ വിതരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ.പി. ശ്രീധരൻ അനുസ്മരണ ഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ. ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. പി.വി. ദാസൻ, കെ.വി. സ്നേഹജൻ, എം. മധുമാസ്റ്റർ, കെ. ലേഖ, പി.കെ. രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഇളമ്പച്ചി മൈതാനിയിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. മര ഉരുപ്പടികൾ കത്തി നശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. കണ്ണമംഗലം റോഡിലെ A.P. മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ബ്രൈറ്റ്വുഡ് ഇൻഡസ്ട്രീസിന്റെ മുകൾ നിലയിലാണ് തീപിടിച്ചത്. മര ഉരുപ്പടികളും മറ്റും കത്തി നശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:45ഓടെയാണ് സംഭവം. മുകൾ നിലയിലെ വൈദ്യുത സർവീസ് വയറുകളിൽ നിന്നും തീ പടർന്നതാണെന്നാണ് കരുതുന്നത്. തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് ജീവനക്കാരെത്തിയാണ് തീ പടരുന്നത് തടഞ്ഞത്. നാട്ടുകാരായ യുവാക്കളും തീയണയ്ക്കാൻ സഹായിച്ചു. 2-3 ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇലക്ട്രിക് ഷോർട്ട് അങ്ങനെ എന്താ തീ കത്തുന്നുണ്ടെന്ന്. അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായ തീ ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഫയർ സ്റ്റേഷൻ്റെ അവരെ വിളിച്ചു. അവർ പെട്ടെന്ന് വന്നതിൻ്റെ പേരിൽ ഒന്ന് ബുദ്ധിമുട്ടി. പിന്നെ നാട്ടുകാർ എല്ലാവരും കൂടി ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് ദൈവമായോണ്ട് രക്ഷപ്പെട്ട് ദൈവം അനുഗ്രഹിച്ചു. 10,000-ലധികം രൂപയുടെ മര ഉരുപ്പടികൾ കത്തി നശിച്ചതായി കരുതുന്നു. ക്ഷീര കർഷകർക്ക് നേരെ മിൽമ അധികഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. 2017-18 വർഷത്തിൽ 20 ലക്ഷം രൂപ ക്ഷീര കർഷകർക്ക് നൽകാനാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളിലും ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെന്റീവ്സ് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഒരു കർഷകന് പരമാവധി 1 വർഷം 40,000 രൂപ വരെ ഈ ഇനത്തിൽ ലഭ്യമാകും. 20 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് നൽകുമ്പോൾ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തങ്ങളുടെ വിഹിതവും ഇതിൽ കൂട്ടിച്ചേർക്കും. ക്ഷീരവകുപ്പിന്റെ വിഹിതം വേറെയും നൽകും. മിൽമ മഴക്കാലത്ത് ക്ഷീരകർഷകർക്ക് നൽകുന്ന പാലിന്റെ വില കുറച്ചത് കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. പലരും ഈ മേഖല വിട്ടൊഴിഞ്ഞു പോകുവാനൊരുങ്ങുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവർക്ക് കൈത്താങ്ങാകുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്കിൽ ക്ഷീര മേഖലയിൽ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ കർഷകനും ഇൻസെൻറ്റീവ് നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന തുകയുണ്ട്, ജില്ലാ പഞ്ചായത്ത് നൽകുന്ന തുകയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന തുകയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടി കൂട്ടി ഒരു കർഷകന് പരമാവധി 40,000 രൂപ വരെ ഇൻസെൻറ്റീവ് ലഭിക്കാവുന്നതാണ് ഈ പദ്ധതി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റിന് ഗാന്ധി പാർക്കിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. 2 ദിനങ്ങളിലാണ് ഫെസ്റ്റ്. വലിയ ദൂരത്തിൽ വളർന്നു വരുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ രാവിലെ അതുവഴി പോകുമ്പോൾ നിരവധി ആളുകൾ വാഹനം നിർത്തി അവരെ പറിച്ചെടുക്കുന്നത് കാണും. PV കുഞ്ഞപ്പന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പനയും ഉദ്ഘാടകൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഇന്ദുലേഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി നിർവഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ M. സഞ്ജീവൻ, PP ലീല, V. ബാലൻ, കൗൺസിലർമാരായ E. ഭാസ്കരൻ, PP ദാമോദരൻ, MK ഷമീമ, PV ദാസൻ, V. നന്ദകുമാർ, നഗരസഭാ സെക്രട്ടറി K. റജി, CDS ചെയർപേഴ്സൺ K. കവിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇലയറിവ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. K. നാരായണൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ട് കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. കാലമാറ്റത്തിൽ പിന്തള്ളപ്പെടുന്ന പഴമയുടെ രുചികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിലും പഴയ തലമുറ നമ്മെ വിസ്മയിപ്പിക്കുമ്പോൾ അതിന് അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളുമാണ്. പുതുതലമുറയ്ക്ക് അന്യമായ പഴമയുടെ ഭക്ഷണരീതി രുചിക്കപ്പുറം ആരോഗ്യപ്രദമായ ഒരു ജീവിതം കൂടിയാണ് അവർക്ക് പ്രദാനം ചെയ്തിരുന്നത്. എന്നാൽ രുചിയെ മാത്രം തേടിപ്പോകുന്ന ഇന്നത്തെ തലമുറ ഇത്തരം ഭക്ഷണങ്ങളെ സൗകര്യപൂർവ്വം ഒഴിവാക്കുകയാണ്. ഇതിൻ്റെ ഫലമോ കേട്ടുകേൾവി പോലുമില്ലാത്ത പല രോഗങ്ങളും നമ്മെ വേട്ടയാടുന്നതും. ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമായി ആരോഗ്യകരമായ ഭക്ഷണരീതി പുതുതലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ട് പ്രദർശനം ശ്രദ്ധേയമായി.
കർക്കിടക മാസത്തിൽ അനുശാസിക്കുന്ന ഇലക്കറികളാണ് മേളയിലെ താരം. പുതുതലമുറയ്ക്ക് അന്യമായ നിരവധി ഇലക്കറികളെ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നു. ഔഷധക്കഞ്ഞി നിർമ്മാണം, വിതരണം, വിവിധങ്ങളായ പലഹാരങ്ങൾ, ചക്കയുടെ ഉൽപ്പന്നങ്ങൾ, ആയുർവേദ മരുന്നുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. അതുപോലെ മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ ധാരാളമായി ഫെസ്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കർക്കിടക കഞ്ഞി പ്രത്യേകമായി തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. 2 ദിവസവും ആളുകൾക്ക് വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നതിനുള്ള നല്ല സൗകര്യമാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല ഉൽപ്പന്നങ്ങളുടെ തത്സമയ നിർമ്മാണവും പ്രദർശനത്തെ വേറിട്ടതാക്കുന്നു. പ്രദർശനം ചൊവ്വാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അത്യപൂർവമായ ഓരിലത്താമരയെ നിരീക്ഷിച്ചും തൊട്ടറിഞ്ഞും നടത്തിയ കാവ് സന്ദർശനം കുരുന്നുകൾക്ക് അനുഭൂതിയായി. വിദ്യാഭ്യാസ വകുപ്പ് ആഹ്വാനം ചെയ്ത ഹരിതോത്സവത്തിലെ 4ാം ഉത്സവമായ ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടയിലക്കാട് ALP സ്കൂൾ വിദ്യാർത്ഥികളാണ് മനസ്സിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ചിന്തകൾ ഏറ്റുവാങ്ങി പ്രമുഖമായ ഇടയിലക്കാട് കാവ് കാണാനെത്തിയത്. കാടിനെ തൊട്ടറിഞ്ഞതു മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കേട്ടറിവ് പോലുമില്ലാത്ത അത്യപൂർവമായ ഔഷധച്ചെടിയായ ഓരിലത്താമരയെ നിരീക്ഷിച്ച് കൗതുക കണ്ണുമായി കുരുന്നുകൾ കാവിനകത്ത് ചുറ്റി നടന്നു. കേവലം 4 മാസക്കാലം മാത്രം നീളുന്ന ഓരിലത്താമരയുടെ ജീവിതചക്രം സൂക്ഷ്മമായി കുരുന്നുകൾ മനസ്സിലേക്ക് ഏറ്റുവാങ്ങി. മഴ തുടങ്ങിക്കഴിഞ്ഞ് ജൂണിലെ 2ാമത്തെ ആഴ്ചയോടെ കാവിൽ നേർത്ത ദുർബലമായ തണ്ടോടെ ഇളം പിങ്ക് നിറത്തിലുള്ള പൂവോടെയാണ് ഓരിലത്താമര ഭൂമിയിലേക്ക് മുളച്ചു പൊങ്ങുക. ഒരാഴ്ചയ്ക്ക് ശേഷം പൂവും തണ്ടും കരിഞ്ഞുണങ്ങും. തുടർന്ന് താമരയുടെ ഇലയോട് സാദൃശ്യമുള്ളതും അതിൻ്റെ 1/3 വലിപ്പമുള്ളതുമായ ഇല നിലം പറ്റി വളരും. നീല ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട 2 ഇനം ഓരിലത്താമരയുടെ ആവാസ കേന്ദ്രമാണ് ഈ കാവ്. നെർവീലിയ പ്രൈനിയാന, നെർവിലിയ ഇൻഫുഡിബൈഫോളിയ ഇനങ്ങളിൽപ്പെട്ടതാണിവ. ഒക്ടോബർ മധ്യത്തോടെ വേനലിന്റെ ചൂടേറ്റുവാങ്ങി ഇവ കരിഞ്ഞുണങ്ങി മണ്ണിലേക്ക് മടങ്ങി ജീവിതചക്രം പൂർത്തിയാക്കും. മണ്ണിനടിയിലെ കിഴങ്ങിൽ നിന്ന് അടുത്ത മഴക്കാലത്ത് വീണ്ടും മുളച്ചുവരും. വൃക്കരോഗങ്ങൾക്കും മാരകമായ ത്വക്ക് രോഗങ്ങൾക്കുമുള്ള വളരെ വീര്യമേറിയ ഔഷധം ഓരിലത്താമരയുടെ കിഴങ്ങിൽ നിന്ന് വിദഗ്ധ വൈദ്യന്മാർ നിർമ്മിച്ചു വരുന്നു. കേരളത്തിലെ തീരദേശക്കാവുകളിൽ പ്രധാനപ്പെട്ട ഇടയിലക്കാട്ടിലെ ഓരിലത്താമരയെ നിരീക്ഷിച്ചും അവയുടെ പ്രാധാന്യമറിഞ്ഞും അവയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുത്താണ് കാവിനകത്തു നിന്നും തിരിച്ച് സ്കൂളിലേക്ക് മടങ്ങിയത്. കിഡ്നി എന്ന് പറഞ്ഞാൽ അറിയാം, വൃക്ക എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മുടെ ശരീരത്തിലെ രക്തം എന്താണ്, പിന്നെ എന്താണ് മൂത്രമൊക്കെ ശുദ്ധിയാക്കിയിട്ട് രക്തവും മൂത്രവും എല്ലാം ഒന്നിച്ചാണ് ഇത് ശുദ്ധമായിട്ട് നല്ല പിന്നെ മൂത്രമായിട്ട് മാറ്റുന്നത് പിന്നെ എന്താണ് വൃക്കയാണ് നമ്മുടെ ശരീരത്തിൽ. പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ഈ സസ്യത്തിന്റെ പ്രാധാന്യം തിരുവനന്തപുരത്തെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ജനിതക ശേഖരത്തിൽ സസ്യം സംരക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അപൂർവമായി കാണുന്ന ഒരു സസ്യമാണ് ഓരിലത്താമര. ഓരിലത്താമരയ്ക്ക് ഇങ്ങനെയല്ല പേര് വന്നത്. ഉപ്പ് ഇതെല്ലാം ആയിട്ടാണ് ഓരിലത്താമരയ്ക്ക് ഇങ്ങനത്തെ പേര് വന്നിനി. ത്വക്ക് രോഗം, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഓരില നമുക്കൊരു ഔഷധമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രം പദവിയിലേക്ക് കാവിനെ എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും ചെറുവത്തൂർ BRC പരിശീലകനുമായ P. വേണുഗോപാലൻ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപകൻ A. അനിൽകുമാർ, PTA പ്രസിഡന്റ് M. ഷാജി, VV രജനി, V. ബിന്ദു, ദിവ്യ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വെങ്കല ശില്പങ്ങളുടെ ചാരുതയിൽ കുഞ്ഞിമംഗലത്ത് നടക്കുന്ന ഡിസൈനർ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി പിറന്നത് വൈവിധ്യങ്ങളായ കരകൗശല വസ്തുക്കൾ. 1 മാസമായി കുഞ്ഞിമംഗലത്ത് നടക്കുന്ന ശില്പശാലയിൽ 30ഓളം വെങ്കല ശില്പികളാണ് പങ്കെടുക്കുന്നത്. പ്രകൃതി തന്നെ ഒരുക്കുന്ന മികവാർന്ന ഡിസൈനുകളെ വെങ്കല രൂപത്തിലേക്ക് ആവാഹിച്ചാൽ എങ്ങനെയിരിക്കും? കുഞ്ഞിമംഗലത്തെ വെങ്കല ശില്പികളുടെ വിരലുകളിൽ വിരിഞ്ഞ കവിതകളായി ഓരോ ശില്പരൂപങ്ങളും. ജൂലൈ 4-ന് ആരംഭിച്ച ഡിസൈനർ ശില്പശാലയിൽ നിർമ്മിച്ച രൂപങ്ങൾ കാസ്റ്റിംഗ് കഴിഞ്ഞ് വെളിച്ചം കണ്ടു. തിളങ്ങുന്ന മിഴിവാർന്ന വെങ്കല രൂപങ്ങളായി ഓരോന്നും പുറത്തു വന്നപ്പോൾ അത് വെങ്കല ഗ്രാമത്തിന് മാറ്റുകൂട്ടുന്നതായി.
വെങ്കല ശില്പ നിർമ്മാണ രംഗത്തെ പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര ടെക്സ്റ്റൈൽ മിനിസ്റ്ററിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡെവലപ്മെന്റ് കമ്മീഷണറും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. രണ്ടാം ഘട്ടമായാണ് ഡിസൈനർ വർക്ക്ഷോപ്പ് നടക്കുന്നത്. ശില്പനിർമ്മാണ രംഗത്തെ നൂതന രീതികളും സാധ്യതകളും പരീക്ഷിക്കുകയായിരുന്നു ഡിസൈനർ വർക്ക്ഷോപ്പിലൂടെ. പാരമ്പര്യ നിർമ്മാണ രീതികളെ കൈവിടാതെ പ്രകൃതി രൂപങ്ങളെ ശില്പങ്ങളുടെ ഡിസൈനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇലകളും വള്ളിപ്പടർപ്പുകളും ലാംപ് ഷേഡുകളിലും ഫ്ലവർ പോട്ടുകളിലും സ്ഥാനം പിടിച്ചു. അലങ്കാരപാത്രങ്ങളും ഹാങ്ങറുകളും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. പഴമയും പുതുമയും സംയോജിപ്പിച്ച് ഈ രംഗത്തേക്ക് പുതിയ പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ശില്പശാലയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അടിസ്ഥാന വർഗത്തിന് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി ഭാരതം മാറുകയാണോ? പീഡനങ്ങളും കൊലപാതകങ്ങളുമില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്നാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിൽ ഭാരതം ഒരു ഭ്രാന്താലയമാണെന്ന് തിരുത്തി പറഞ്ഞേനെ. ദരിദ്രർക്കുമേൽ അത്രയേറെ ആക്രമണമാണ് വർത്തമാനകാലത്ത് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെപ്പറ്റി വില്യം റീഹും എഴുതിയിട്ടുണ്ട്. തെറ്റുകളൊന്നും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം ദിനംതോറും കൂടുകയാണ്. ഇരകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നത് മൂടിവെക്കപ്പെടുകയും ചെയ്യുന്നു. മാനസിക നില തെറ്റിയോ പ്രതീക്ഷകൾ അസ്തമിച്ചോ ഇവർ എവിടെയെങ്കിലും ജീവിതം തള്ളി നീക്കുന്നുണ്ടാകാം. ഒറ്റയ്ക്കും കൂട്ടായും ആക്രമിക്കപ്പെടുന്നതും ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ സമൂഹത്തിന്റെ മനോനില തന്നെ അടിതെറ്റുകയാണെന്ന് പറയേണ്ടി വരും. ഒരു ജനതയെ ആരോഗ്യകരമായി നയിക്കേണ്ടവർ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ചരിത്രം നിങ്ങളെ കുറ്റക്കാരെന്ന് വിളിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മലയോര വാർത്തകളിലേക്ക്. ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവ് ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷം മുൻപ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെയാണ് പുതിയ കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രാപ്പോയിൽ ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചു വരുന്നത്. മരുന്ന് സൂക്ഷിക്കാനോ രോഗികൾക്ക് സൗകര്യപ്രദമായി നിൽക്കുന്നതിനോ താൽക്കാലിക കെട്ടിടത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. വെളിയത്ത് മത്തായി ഫിലിപ്പ് 1971 ആശുപത്രി നിർമ്മിക്കുന്നതിനായി കോക്കടവിൽ 1 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകുകയായിരുന്നു. സ്ഥലം നൽകിയിട്ട് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഉദ്ഘാടനം കഴിയാതെ പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നു. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും വാടക കെട്ടിടത്തിലാണ് ആശുപത്രി വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചെറുപുഴ തിരുമേനി ചട്ടിവയലിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. ചട്ടിവയലിലെ വട്ടമറ്റത്തിൽ സജി മാത്യുവിന്റെ റോഡരികിൽ കെട്ടിയിരുന്ന ആടിനെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് ആടിനെ കടിച്ചുകൊന്നത്. രക്ഷിക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ നേരെയും നായ്ക്കൾ ചീറിയെടുത്തു. 10ഓളം നായ്ക്കളുടെ കൂട്ടമാണ് ഇവിടെ വിലസുന്നത്. നിരവധി പേരുടെ കോഴികളെയും വളർത്തുമൃഗങ്ങളെയും ഇതിനകം നായ്ക്കൾ കൊന്നു തിന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് നേരെയും നായ്ക്കൾ തിരിഞ്ഞതിനാൽ നാട്ടുകാർ ഭീതിയിലാണ്. കടക്കിൽ വന്നു നമുക്ക് ഇതുങ്ങളിങ്ങനെ പല പോകുന്ന കാണാം. അത് പല പ്രാവശ്യം നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യം സതീഷിൻ്റെ കൊച്ചിന് പട്ടികടി ഏറ്റപ്പോൾ തൊട്ട് നമ്മൾ ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ഇതെന്തായാലും അടിയന്തരമായിട്ട് ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അടുത്തുള്ള വീട്ടുകാർ ഓടി വന്നപ്പോഴത്തേക്കും പട്ടി അവരുടെ നേരെ ഇതുങ്ങളെല്ലാം കൂടെ ആക്രമിക്കാൻ ചെല്ലുന്ന രീതി അവർ വാക്കത്തിയും കൊണ്ടെല്ലാം ഓടിച്ച് വെട്ടാൻ നിയന്ത്രണം ഓടിക്കുകയായിരുന്നു. അപ്പം ഇതിനൊരു ഈ നായ്ക്കളുടെ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. CPM നേതാവും പി കരുണാകരൻ MP-യുടെ PA-യുമായിരുന്ന PB മനോജിന്റെ സ്മരണാർത്ഥം തയ്യേനി YIMMA ജനകീയ വായനശാലയിൽ ഹാൾ ഒരുങ്ങി. ഹാൾ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നല്ല വാക്കുകൾ മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഡൽഹിയിൽ ഒരു സർവകക്ഷി യോഗത്തിൽ പോയ സമയം കേരളത്തിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും DP-യുടെയും ആളുകളുണ്ട്. അത് 25-ാം തീയതി അന്ന് അവർ പറഞ്ഞു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് തയ്യേനി ടൗണിൽ 2 നിലകളിലായി നിർമ്മിച്ച വായനശാലയുടെയും മനോജൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സീമാ മോഹനൻ അധ്യക്ഷനായി. CPM എളേരി ഏരിയ സെക്രട്ടറി A അപ്പുക്കുട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. TR ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, തോമസ് പന്തംകുളം, മുൻ പഞ്ചായത്ത് അംഗം മോഹനൻ കോളിയാട്ട്, പ്രകാശ് ജോസഫ്, വായനശാല സെക്രട്ടറി അനീഷ്, KK മോഹനൻ, P ഷാജി എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പാലാവയൽ സെന്റ് ജോൺസ് ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
അൽഫോൺസാമയുടെ കപ്പേളയിൽ നടന്ന നൊവേനയ്ക്ക് റവറൻ ഫാദർ ലൂക്കോസ് മാടശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് ചിറ്റിലപ്പള്ളി, ഫാദർ ജോസഫ് പ്ലാത്തോട്ടം എന്നിവർ സംബന്ധിച്ചു. നിരവധി വിശ്വാസികളാണ് സമാപന ദിവസത്തിൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പോലീസ് ഉദ്യോഗസ്ഥൻ മാതൃകയായി. ഇളമ്പച്ചി സ്വദേശിയും കാഞ്ഞങ്ങാട് DCRBയിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ KN രമണനാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നതിന്റെ തലേ ദിവസം ചീമേനി ബഡ്സ് സ്കൂളിലെത്തി സാമ്പത്തിക സഹായം നൽകി മാതൃകയായത്. കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ ഞണ്ടാടിയിലെ ബഡ്സ് സ്കൂളിനായി KN രമണൻ നൽകിയ 25,000 രൂപയുടെ ചെക്ക് കാഞ്ഞങ്ങാട് DYSP PK സുധാകരൻ സ്കൂൾ അധികൃതർക്ക് കൈമാറി. ഒരുപാട് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും പോലീസിൽ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പോലീസുകാരും മനസ്സിലാക്കണം, നാട്ടുകാരും മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് രമണ സൈക്കിൾ അധികം നമുക്ക് അഭിപ്രായമില്ല, ഒരുപാട് ആവശ്യമുണ്ടാകും. നമ്മുടെ മറ്റു പല ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇവിടെയാണ്. ചടങ്ങിൽ നീലേശ്വരം CI ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ചീമേനി SI ME രാജഗോപാൽ, പോലീസ് അസോസിയേഷൻ സെക്രട്ടറി മഹേഷ്, കയ്യൂർ ചീമേനി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കയനി കുഞ്ഞിക്കണ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PK ഖാദർ, കയനി രാജൻ, ഗോവിന്ദൻ, K രാഘവൻ, K രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രമണൻ ചീമേനി പോലീസ് സ്റ്റേഷനിൽ SI ആയി 2.5 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ മാസം 31-ന് വിരമിക്കുന്ന ഇദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകയാക്കാവുന്നതാണെന്ന് DYSP PK സുധാകരൻ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പ്രമുഖ സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയും വാഗ്മിയുമായിരുന്ന CM പത്മനാഭൻ നായർ ചരമവാർഷിക ദിനാചരണവും സഖാവ് P കോരൻ മാസ്റ്റർ അനുസ്മരണവും സമ്മേളനവും തെക്കുംപാട് JP മന്ദിരത്തിൽ നടന്നു. PV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കുണ്ടാകും, ഇനിയും നമുക്കൊരു പോരാട്ടം നടത്താൻ സാധിക്കും. ആ പോരാട്ട ഭൂമിയിലെ യോദ്ധാക്കളായി മാറാൻ വേണ്ടി സകല സന്നാഹങ്ങളും ഒരുക്കി തയ്യാറാവണമെന്ന് സഖാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഹോസ്ദുർഗിലും തൃക്കരിപ്പൂർ പ്രദേശങ്ങളിലും സജീവമാക്കുന്നതിനും അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചിരുന്ന സഖാവായിരുന്നു CM പത്മനാഭൻ നായർ. മലബാറിലെ സോഷ്യലിസ്റ്റ് സാരഥികളിൽ പ്രധാനിയായ കോരൻ മാസ്റ്ററുടെയും CM പത്മനാഭൻ നായരുടെയും അനുസ്മരണ പരിപാടി തെക്കുംപാട് JP മന്ദിരത്തിൽ നടന്നു. PV തമ്പാൻ അധ്യക്ഷനായി. VV വിജയൻ, TV ബാലകൃഷ്ണൻ, VV കൃഷ്ണൻ, ഗീതാ രമേശൻ, TV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാനികേതനം കൊടക്കാട് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ച നടന്നു. KG കൊടക്കാട് രചിച്ച വിശ്വകുശലന്മാർ എന്ന ശാസ്ത്ര സാങ്കല്പിക നോവലിനെ കുറിച്ച് കരുവള്ളൂർ A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. ഈ പറഞ്ഞ നാട്ടിലെ ജനങ്ങളുടെ, രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ തന്നെ KV പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PM ദാമോദരൻ അടിയോടി, കൂക്കാനം റഹ്മാൻ, ഡോക്ടർ YV കണ്ണൻ, ഉദിനൂർ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകാശൻ കരിവള്ളൂർ മോഡറേറ്ററായിരുന്നു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ S ആനന്ദബാബുവിനെ അനുസ്മരിച്ചു. ടോഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ S ആനന്ദബാബു. ആനന്ദബാബുവിന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ് പിന്നിടുന്ന വേളയിലാണ് പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് TI മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻപ് ലോകകപ്പോൾ ഏറ്റവും ശക്തമായിട്ട് കഴിയുന്ന ചില രാജ്യങ്ങളില്ലാതെ രണ്ട് രാജ്യങ്ങളായപ്പോൾ അവർക്ക് ലോകത്തിന്റെ മത്സരവേദികളിലെ കടന്നു ചെല്ലാൻ ആരോഗ്യമില്ലാതായത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ കായിക മണ്ഡലത്തിൽ. തുടർന്ന് കേരള കായികരംഗം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ മഞ്ചേശ്വരം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KV അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിലൊരു ഗണിത ലാബ് പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ 8ഓളം വിദ്യാലയങ്ങളിലാണ് ശില്പശാല നടന്നത്. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതരുടെയും PTAയുടെയും സഹകരണത്തോടെയാണ് വ്യത്യസ്തമായ തരത്തിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചത്. കുട്ടികളുടെ ഗണിത പഠനം രസകരവും മികവുറ്റതുമാക്കാൻ വൈവിധ്യമാർന്ന നിരവധി പഠനോപകരണങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി. ഗണിതം ലളിതമാക്കാൻ വേണ്ടി, കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോ ഗണിത ലാബ് സംഘടിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടികൾ സംഘടിപ്പിച്ചത്. അപ്പോൾ പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ശില്പശാല ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 ക്ലാസ്സുകളിൽ
4 ക്ലാസ് 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലും ഓരോ ഗണിതലാഭം സംഘടിപ്പിക്കുന്നത്. ശില്പശാലയ്ക്ക് AK ഗിരിജ, S സോജ, P വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കരിവെള്ളൂരിലെ പഴയകാല കർഷകനും ബീഡിത്തൊഴിലാളി നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന നരസിംഹ പൈ ബാണസ്വാമിയുടെ 1ാം ചരമവാർഷികം മണക്കാട് നടന്നു. മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശൂന്യത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങളെപ്പോലെ രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി മണക്കാട്ട് ഓർമ്മമരം നട്ടുപിടിപ്പിച്ചു. MV രാഘവൻ ചടങ്ങിൽ അധ്യക്ഷനായി. KP രാഘവൻ മാസ്റ്റർ, ശ്രീധരപ്പൈ, KA സുധാകരൻ, TTP കുഞ്ഞികൃഷ്ണൻ, പ്രകാശ് ചേണായി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കരിവള്ളൂർ പേരളം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ ടൗണിൽ കർക്കിടക ഫെസ്റ്റ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വിട്ട സംസ്ഥാനം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ പിന്നെ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ. എന്തുകൊണ്ട് അവിടെ ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ടാണ്. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ടൗണിൽ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായെന്ന് തന്നെ പറയാം. കുടുംബശ്രീ പ്രവർത്തകർ എത്തിച്ച ചക്ക കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ആകർഷകവും വൈവിധ്യവുമായിരുന്നു. വിവിധതരം ജ്യൂസുകളും ചക്ക ലഡു, പായസം, ചിപ്സ്, അച്ചാർ, ചക്ക കൊണ്ട് ഉണ്ടാക്കാവുന്ന നിരവധി വിഭവങ്ങൾ ഫെസ്റ്റിൽ നിരത്തിയിരുന്നു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KV രാധാമണി അധ്യക്ഷയായി. കാരണം ഇത്രയും നമ്മളെ പറമ്പിനകത്ത് തന്നെ ഒരു 25-30 തരം, ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലകളാണ് കുറയും. അപ്പോൾ ഇത്രയും തരം ഇലകൾ നമുക്ക് ഒരുപാട് വിറ്റാമിൻ, പോഷക ഗുണം ചെയ്യുന്ന ഇലകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വിറ്റാമിനും കിട്ടുന്ന ഇലകൾ നമ്മളെ പറമ്പിനകത്ത് തന്നെ ഉണ്ട്. ജൈവ കർഷകൻ KBR കണ്ണന്റെ ക്ലാസും ഫെസ്റ്റിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രം കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചത് 60% മാർക്കോടെ, ഇന്ന് കുട്ടികൾ 90% മാർക്കോടെയാണ് A+ വാങ്ങിക്കുന്നത്. വ്യത്യാസം ഒരുപാട് കുട്ടികൾ അധികമാണ്. ചെറുവത്തൂർ ഉപജില്ല AEO MK വിജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രമന്ദിതിര്യൻ K കൃഷ്ണൻ വിജയികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. C സുനിൽകുമാർ അധ്യക്ഷനായി. M രമേഷ് ബാബു, KV ഗംഗാധരൻ, C രവി, TV കുഞ്ഞികൃഷ്ണൻ, TV വിനോദ് കുമാർ, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പൂരക്കളി മറത്തുകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള പൂരക്കളി കലാ അക്കാദമി അവാർഡ് നേടിയ വെള്ളൂർ AP നാരായണനെ ആദരിച്ചു. വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ അക്ഷരശ്ലോക സമിതിയാണ് ആദരം ഏർപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഒരു 50-60 വയസ്സാകുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിന് ചുരുങ്ങിയാണ്. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണൻ AP നാരായണനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. നാരായണൻ ചെറുവത്തൂർ അധ്യക്ഷനായി. രാധ PK, നളിനി KV വെള്ളൂർ, നാരായണി സരസ്വതി ടീച്ചർ, രാധ ഉണ്ണികൃഷ്ണൻ കുട്ടമത്ത് എന്നിവർ പ്രസംഗിച്ചു. പേക്കടം ശ്രീ കുറുവാപ്പള്ളി ആറ ദേവസ്വം അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MK വിജയകുമാർ വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. അനുമോദന പരിപാടി ശ്രീധരൻ കലയക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുട്ടിയുടെയും സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു A+ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയാൽ LSS, USS, അത് കഴിഞ്ഞ് SLC A+, +2 A+, ഇങ്ങനെ മൊമെന്റോകളുടെ ഒരു നീണ്ട നിര തന്നെ അവരുടെ ഷെൽഫിൽ അടുക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. VM ശ്രീധരൻ അധ്യക്ഷനായി. V ആനന്ദകൃഷ്ണൻ, N ദാമോദരൻ, K കുഞ്ഞിക്കണ്ണൻ, K അശോകൻ, VM രാമകൃഷ്ണൻ, K രാഘവൻ, KP സുരേശൻ, ലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രത്യേക ജനറൽ ബോഡി യോഗവും നടന്നു. കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിന് നൽകുന്ന എക്സലന്റ് അവാർഡ് 2018 പയ്യന്നൂർ കോളേജിയറ്റ് ട്യൂഷൻ സെന്ററിന് ലഭിച്ചു. പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ JCI ഇന്റർനാഷണൽ ട്രെയിനർ B വേണുഗോപാൽ അവാർഡ് സമ്മാനിച്ചു. തിരുവനന്തപുരം കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ കൃതി ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന
കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിന് നൽകുന്ന അവാർഡാണ് എക്സലന്റ് അവാർഡ്. അവാർഡ് ദാന ചടങ്ങിൽ KV വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് തായമ്പത്ത്, അശോക് കുമാർ, കൃതി മാനേജിംഗ് ഡയറക്ടർ V ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാറ്റൊലി ദേശീയപാത അപകടക്കെണിയാകുന്നു. പ്രേക്ഷകർ പ്രതികരണങ്ങളിലേക്ക്. അത് ഒന്നാമത് ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലിയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥന്മാർ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല. ഒന്നാമത് ഈ നാട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടല്ലേ. ഒന്നാമത് അതിന് വേണ്ടത് മെറ്റീരിയൽസ് ഒന്നും കൃത്യമായി ചേർക്കുന്നില്ല. ഇതാരും ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുന്നു. അപകടം നമ്മളെ കരോളൂർ പരിസരത്ത് ഭയങ്കരമായ കുഴികൾ, പുറത്തുനിന്ന് വാഹനങ്ങൾ പൊതുവായി ഒരാൾ പെട്ടുപോയാൽ അപകടം മരണത്തിലേക്ക് വരുന്ന സംഭവം. ഇത് ഇതിനെ അധികാരപ്പെട്ടവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് സംഭവം നമ്മൾ പയ്യന്നൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാലിക്കാട് വരെ വലിയൊരു കുഴിയാണ്. ഇത് നമ്മൾ ബന്ധപ്പെട്ടവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാത്തിരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് കാണാനില്ല. അത് ഈ റോഡിൽ കുഴി കാരണമാണ്. എന്താ കാരണം? ദൂരെ നിന്ന് വരുന്ന വാഹനത്തിന് പെട്ടെന്ന് റോഡിലുള്ള കുഴി കാണപ്പെടാൻ പറ്റുന്നില്ല. ഭീഷണി ഉയർത്തുന്നുണ്ട്. റോഡിലെ കുണ്ടും കുഴിയും തീർച്ചയായും അപകട ഭീഷണി. വാഹനങ്ങൾ രാത്രിയിൽ വരുമ്പോൾ പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ കുഴിയുണ്ട് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതെന്തായാലും തീർച്ചയായും അത് അപകടത്തിന് എന്തായാലും വഴിയൊരുക്കും. കുഴി വളരെ അപകട ഭീഷണിയാണ്. പല പ്രാവശ്യം ഞാൻ തന്നെ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ തെന്നിയുവാൻ പെട്ടിട്ടുണ്ട്. പല പ്രാവശ്യം MLAൻ്റെ ശ്രദ്ധയിൽ പോലും ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ പോത്താങ്കണ്ടം ഒരു റോഡിൻ്റെ ഭീഷണിയാണ്. ചോദിക്കുമ്പോഴൊക്കെ ഉന്നതാധികാരികൾ പറയുന്നത് പാസ്സായിട്ടുണ്ട്, ടെൻഡർ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞ് നമ്മൾ സമാധാനപ്പെടുത്തുന്നത്. അറിയിപ്പുകൾ. പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 മുതൽ 24 വരെ നഗരസഭാ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന ഓണക്കാല കാർഷിക വ്യവസായ പ്രദർശന വിപണന മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 13 വൈകിട്ട് 5 മണിക്ക് മുൻപ് നഗരസഭയിൽ സമർപ്പിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിക്കുന്നു. മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 31 PV കൃഷ്ണൻ 1ാം ചരമവാർഷികം പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തും. ഓണം ബക്രീദ് ഖാദി മേള ഉദ്ഘാടനം ഓഗസ്റ്റ് 3 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പയ്യന്നൂർ ഖാദി ഗ്രാമസൗഭാഗ്യ അങ്കണത്തിൽ നടക്കും. DSC സെന്ററിന്റെ നവീകരിച്ച ബിൽഡിംഗ് സമുച്ചയത്തിന്റെയും CSD ബില്ലിംഗ് കൗണ്ടറിന്റെയും ഉദ്ഘാടനം ഓഗസ്റ്റ് 4 ശനിയാഴ്ച രാവിലെ 10:30 നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ സമഗ്ര മാറ്റം നിർദ്ദേശിക്കുന്നതാണ് ഡോക്ടർ VR രാജേന്ദ്രൻ കൺവീനറായുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പയ്യന്നൂർ നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകർക്ക് കൈത്താങ്ങുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2017-18 വർഷത്തിൽ 20 ലക്ഷം രൂപ ക്ഷീര കർഷകർക്ക് നൽകാനാണ് തീരുമാനം. മിൽമ ആഘാതമേൽപ്പിച്ച കർഷകർക്ക് ആശ്വാസമാവുകയാണ് പഞ്ചായത്തിന്റെ നടപടി. പഴമയുടെ രുചി തേടി CDSകൾ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവ് ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.